എല്ലാവരും സുഖമായിരിക്കണോ? ഞാനും സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയെല്ലാം ഉണ്ട്, നിറയെ വെള്ളമൊക്കെ ഉണ്ട് എന്നും പറയുന്ന വിശേഷങ്ങളാണ്. ഞാൻ ഇന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, ഇന്നലെ ഞാൻ എൻ്റെ മകൻ്റെ കുരുത്തക്കേടിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ വന്നിട്ടുള്ളൊരു കമൻറ്റാണ് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. കമൻറ്റ് വേറൊന്നും അല്ലായിരുന്നു. എന്താ, നമ്മൾ കുഞ്ഞിലേ കാണിക്കുന്ന തെറ്റുകൾ തിരുത്തി അവർക്ക് ശിക്ഷ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ നമ്മൾ പാരൻസിനെ മറ്റുള്ളവർ കളിയാക്കും എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഭാവിയിൽ ആ കുട്ടികൾ തെറ്റ് ആവർത്തിക്കും എന്നുള്ള രീതിയിലുള്ളൊരു കമൻ്റായിരുന്നു. പക്ഷേ അത് നല്ലൊരു കമൻ്റായിരുന്നു, നല്ല അഭിപ്രായമാണ്. അതിന് ഞാൻ വിമർശിക്കുന്നതല്ല, എന്നാലും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. നെഗറ്റീവായിട്ട് എടുക്കണ്ട. കുഞ്ഞു കുട്ടികൾ, ഒരു 5 വയസ്സിന് താഴോട്ട് കാണിക്കുന്ന കുട്ടികൾ, അത് അവരുടെ അറിവ് ഇല്ലായ്മ കൊണ്ട് കാണിക്കുന്ന കുസൃതിത്തരങ്ങളാണ്, കുറ്റങ്ങളാണ്. പക്ഷേ നമ്മളത് എത്ര ശിക്ഷിച്ചാലും അവർ വീണ്ടും അത് ആവർത്തിക്കും. അത് എല്ലാ കുട്ടികളും ആവർത്തിക്കണമെന്നില്ല, കുറച്ച് കുട്ടികൾ ആവർത്തിക്കും. അപ്പോൾ എൻ്റെ മോൻ്റെ കാര്യം മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ മോന് എത്ര ശിക്ഷിച്ചാലും അവൻ വീണ്ടും ആ തെറ്റുകൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വലിയവർ തന്നെ അതിന് മുൻകൈ എടുത്ത്, എന്ന് വെച്ചാൽ ഇനി ഒരു മൊബൈൽ എടുത്ത് വെള്ളത്തിൽ ഇടാതിരിക്കാനുള്ള രീതിയിൽ നമ്മളത് മൊബൈൽ സൂക്ഷിക്കുകയും നമ്മളത് അവർക്ക് എത്താത്തടുത്ത രീതിയിൽ മാറ്റി വയ്ക്കുകയോ, അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിൽ നമ്മളത് സൂക്ഷിക്കുമായിരുന്നു. കാരണം കുഞ്ഞു കുട്ടിക്ക് അറിഞ്ഞുകൂടാതെ ചെയ്തതാണ്. അടി കൊടുത്താൽ ഒരുപക്ഷെ അത് തിരുത്തുമോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അടി ആ സമയത്ത് കിട്ടും, വേദനിക്കും, അതങ്ങ് മാറും. പിന്നെ കുഞ്ഞു കുട്ടികളെ നമ്മൾ ഒരുപാട് ശിക്ഷിക്കാനും ശിക്ഷ കൊടുക്കാറില്ല. കാരണം പ്രായത്തിൻ്റെ നമ്മളത് ഒന്ന് നോക്കുമല്ലോ, പ്രായം കണക്കിലെടുത്ത് നോക്കും. അപ്പോൾ അതനുസരിച്ച് ഞങ്ങളധികം ശിക്ഷ കൊടുക്കാറില്ല. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ഇന്നവന് ഒരുപാട് മാറ്റമുണ്ട്. അന്ന് ഞങ്ങൾ പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളങ്ങനെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കാതിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കിയാലും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ എല്ലാവരും മക്കളെ വളർത്തിയിട്ടുള്ളതായതുകൊണ്ട് പാരൻസിനായാലും അറിയാൻ പറ്റും. നമ്മൾ ഒരുപാട് കുസൃതിത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമുക്ക് കാണിക്കുന്ന കുറ്റങ്ങൾ ആ സമയത്ത് നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ എത്ര അടി കൊടുത്താലും വഴക്ക് പറഞ്ഞ് മനസ്സിന് നമുക്ക് വേദനയുണ്ടായ സംഭവങ്ങൾ കാലം കഴിയുമ്പോൾ നമുക്കത് തമാശയായിട്ട് തോന്നും. നമ്മളത് പറഞ്ഞ് ചിരിക്കും, ഓർമ്മിച്ച് ചിരിക്കും, അല്ലേ? അതങ്ങനെ ചെയ്യാറ്. എന്ന് നമ്മൾ ദുഃഖം ഇങ്ങനെ കൊണ്ട് നടക്കുമോ? ഇല്ല. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ കാണിക്കുന്ന കുറ്റങ്ങൾ, കുസൃതികൾ നമുക്ക് പിന്നീടത് തമാശ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനും ആ തമാശ രൂപത്തിൽ ഇത് പറഞ്ഞത്. അപ്പോൾ ഇനി ഒരുപാട് ഇതുപോലത്തെ സീരിയസ് കാര്യങ്ങളുണ്ട്. അത് തമാശയായിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഞങ്ങൾക്കത് തമാശയായിട്ടേ തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. അപ്പോൾ ഇനിയും ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. അതിൽ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഞാൻ തരംതിരിച്ചെടുത്തുകൊള്ളാം. അതിലൊന്നും നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട. അപ്പം ഞാൻ അതിൽ ഇതിൽ തമാശയായിട്ട് എടുക്കുന്നവർക്ക് തമാശയായിട്ട് എടുക്കാം. എന്നാലും നമ്മൾ ഒരു കാര്യം ചെയ്യുക തന്നെ വേണം. കുട്ടികൾ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അവർക്കതൊരു ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ മാറി വരും. പിന്നീട് എന്ന് പറഞ്ഞ് ഈ 3 മൊബൈലല്ലാതെ പിന്നെ എൻ്റെ ലൈഫിൽ ഇതുവരെ അവൻ അങ്ങനെ ഒരു കുരുത്തക്കേട്, ഈ മൊബൈൽ എടുത്തിട്ട് ഒരു കുരുത്തക്കേട് അവൻ ചെയ്തിട്ടില്ല. അതിനുള്ള അവസരം ഞങ്ങൾ കൊടുത്തിട്ടില്ലെന്നാണ്. കാരണം നമ്മൾ തന്നെ അത് സൂക്ഷിച്ചോളും. പിന്നെ അന്നത്തെ ആ ഒരു ചെറിയൊരു സംഭവങ്ങളൊക്കെ അവന് മനസ്സിലായിട്ടുണ്ടാവുമോ എന്ന് എനിക്കും അറിയില്ല. പിന്നീട് അവൻ ആ കുരുത്തക്കേട് ചെയ്തിട്ടില്ല. ബാക്കി ഒരുപാട് കുരുത്തക്കേടുകളുണ്ട്. മക്കളുടെ കുരുത്തക്കേടുകളെ പറ്റി പറഞ്ഞ് അഭിമാനത്തോടെ ഇരിക്കുന്ന ഒരമ്മയല്ല. പകരം ഞാൻ അവിടെ വേറൊരു അമ്മയ്ക്ക് ചെറിയൊരു ആശ്വാസവാക്ക് പറഞ്ഞതാണത്. കാരണം ഇത് കൊച്ചു കുട്ടികളല്ലേ, അവർ കുറ്റം ചെയ്തിട്ട് തന്നെയാണ് വളരുന്നത്. പല കുരുത്തക്കേടുകൾ അവർ കാണിക്കും. പക്ഷെ വലുതാകുമ്പോഴും കുരുത്തക്കേട് കാണിക്കുമോ? ഇല്ല. അവർ വലുതാകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ മാറിക്കോളും. എന്നാലും നമ്മൾ സഹിക്കാൻ പറ്റാത്ത കുറ്റങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു ശിക്ഷയൊക്കെ കൊടുക്കാം, ചെറിയ ശിക്ഷകൾ കൊടുക്കാം. എന്നാലും അവർ ചിലപ്പോൾ ഈ ശിക്ഷയ്ക്ക് നമ്മളൊരു കാര്യത്തിന് ശിക്ഷ കൊടുത്തു, വീണ്ടും അവർ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുമോ? ആവർത്തിക്കും. അപ്പം നമ്മൾ കുഞ്ഞു കുട്ടിയാണെന്നുള്ള രീതിയിൽ ചെറിയ ശിക്ഷകളൊക്കെ കൊടുത്തങ്ങ് മാറ്റാം. എന്നാലും ആവർത്തിക്കുന്ന കുട്ടികളുണ്ട്, ആവർത്തിക്കാതെ പേടിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പം എൻ്റെ സഹോദരൻ്റെ കൊച്ചിൻ്റെ കാര്യം ഞാൻ പറയാം. 6 മാസം ആയേ ഉള്ളൂ. ഞാൻ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് ജയ്തുവിനെ. അപ്പം ജയ്തു ആണെങ്കിൽ നമ്മൾ തറയിൽ കിടത്തുന്നതാണ് അവന് കൂടുതൽ ഇഷ്ടം.
ഇപ്പോൾ തറയിൽ കിടത്തുന്ന സമയത്ത് ഇപ്പോൾ കമരാൻ തുടങ്ങിയിട്ടുണ്ട്. കമരുന്ന സമയത്ത് 1-2 പ്രാവശ്യം ഇങ്ങനെ കമന്നെണീക്കുമ്പോൾ തന്നെ കുറച്ച് നേരം ഇങ്ങനെ തല നൂത്ത് വെച്ചിട്ട് തന്നെ വന്ന് തല ഇങ്ങനെ ഫ്ലോറിൽ ഇടിക്കാറുണ്ട്. ഇടിക്കുമ്പോൾ തന്നെ അവൻ കരയും. ഇപ്പോൾ എന്ത് ചെയ്യും? ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവനെ നിലത്ത് കിടത്താതിരുത്താനും പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ കിടത്തുന്ന സമയത്ത് അവൻ തന്നെ ഇങ്ങനെ കമന്ന് വന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കുറച്ച് നേരം കമന്ന് കിടന്നതിന് ശേഷം പയ്യെ തല ഇങ്ങനെ ഫ്ലോറിൽ താഴ്ത്തി വയ്ക്കും. അപ്പോൾ അവനത് സ്വയം പഠിച്ചതാണ് ആ പാഠം. കാരണം 5-6 ദിവസം അവൻ്റെ ഇങ്ങനെ താടിയും ഇവിടുത്തെ ഭാഗവും തലയും ഒക്കെ തട്ടി അവന് വേദന ഉണ്ടായി. അപ്പോൾ ഇപ്പം അവൻ തന്നെ കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ തല ഉയർത്തി വെച്ചിട്ട് പതിയെ ഫ്ലോറിലങ്ങ് കിടക്കും. അതൊരു കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ചില കുട്ടികൾ അങ്ങനെ സ്വയം മാറാറുണ്ട്. ചില കുട്ടികൾ എത്ര തിരുത്തിയാലും, എൻ്റെ മോൻ്റെ കാര്യം അങ്ങനെയാണ്, എത്ര തിരുത്തിയാലും അവൻ സ്വയം മാറിയതാണ് കേട്ടോ. കുരുത്തക്കേടുകളിൽ നിന്നൊക്കെ മാറി ഇപ്പം നല്ല കുട്ടിയായിട്ടുണ്ട്. എനിക്ക് ആ സമയത്ത് അമ്മയുടെ അടുത്ത് എനിക്ക് നിൻ്റെ കൊച്ചിനെ നല്ലോണം അടിച്ച് വളർത്തണം കേട്ടോ എന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. കാരണം പലയിടത്തും പോയി ഈ കുട്ടി കുരുത്തക്കേട് കാണിച്ച് അമ്മ അങ്ങനെ സഹികെട്ടിരിക്കുന്നതാണ്. അടിക്കാനുള്ള കാരണം അടിക്കുക എത്രയെന്നും പറഞ്ഞാൽ ഒരു കൊച്ചിനെ അടിക്കുക, ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ കൊച്ചിനെ അടിക്കാനുള്ള നേരെ നമുക്കുണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഒരു പരിധി വരെ അമ്മ അങ്ങ് വിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് പറയാം ഇതൊക്കെ മാറും, ഇവിടെ പോട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറാം, വലുതാകുമ്പോൾ ഇതൊക്കെ മാറും. അല്ലാതെ ഒരാളെ പോയി ഇങ്ങനെ ഇങ്ങനെ തൊടുന്ന സമയത്ത് അടിച്ചു കഴിയുമ്പോൾ വീണ്ടും അവനത് ആവർത്തിക്കുകയാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ വലിയവർ തന്നെ അതറിഞ്ഞ് പെരുമാറുക, അത്രയേ ഉള്ളൂ. അതിൽ വേറെ ആരും ഒന്നും നെഗറ്റീവായിട്ട് വിചാരിക്കണ്ട. നമ്മുടെ അമ്പാടി കുരുത്തക്കേടുണ്ടായിരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരുപാട് പേരെടുത്ത് പറയുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലും ഇങ്ങനെ ഒരു ആശ്വാസ വാക്ക് പറയണമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ട്. ഹസ്ബൻഡ് എടുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് ഭയങ്കര ഒരു സമാധാന വാക്ക് ആരെങ്കിലും പറയണ, പോട്ടെ കുറച്ച് നാൾ കഴിയുമ്പോൾ കുട്ടി വലുതാകുമ്പോഴത്തേനും അതൊക്കെ അങ്ങ് മാറും. അങ്ങനെയുള്ള രീതിയിലായിരുന്നു ഞാൻ. ആരുടെയെങ്കിലും ഇങ്ങനെ ആശ്വാസ വാക്കുകൾ എനിക്ക് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ള സമയങ്ങളുണ്ടായിരുന്നു. കാരണം കുസൃതി കൊണ്ട് സഹികെട്ട സമയങ്ങളായിരുന്നു. ഒരുപാട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അടിച്ചാലും എത്ര കൊടുത്താലും എനിക്ക് സങ്കടം തീരാത്ത ചില നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ കൺട്രോൾ ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണല്ലേ. ചെറിയ ശിക്ഷകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും അത്രയും അങ്ങോട്ട് നിങ്ങൾ കൊടുത്തിട്ടില്ല. എന്നാലും ചെറിയ ശിക്ഷകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ മൊബൈൽ ഇട്ടതിനൊന്നും നമ്മൾ ശിക്ഷിച്ചില്ല. അന്ന് അടിച്ചില്ലായിരുന്നല്ലോ. അന്ന് അടിച്ചില്ലായിരുന്നു. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ. താങ്ക് യു.